വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. എൻ്റെ എല്ലാ സ്റ്റുഡൻസിനും ഒരു നല്ല പുതുവത്സരം ആശംസിക്കുന്നു. ഈ വർഷത്തിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ കയറാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ടീച്ചർ പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പൊ കഴിഞ്ഞ ദിവസം സൗരയൂഥവും സവിശേഷതകളും എന്ന് പറയുന്ന ടോപ്പിക്കില് നമ്മൾ എന്താ പഠിച്ചത്? മംഗൾയാൻ വരെയുള്ള ടോപ്പിക്കാണ് പഠിച്ചത് അല്ലെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തെ കുറിച്ചാണ്. എന്തിനെ കുറിച്ചാണ്? വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തെ കുറിച്ച്. അപ്പൊ വ്യാഴത്തെ കുറിച്ച് പഠിക്കാം നമുക്ക്. അപ്പൊ വ്യാഴം ഭാരതീയ സങ്കല്പങ്ങൾ വെച്ച് പറയുമ്പോൾ ഭാരതീയ സങ്കല്പങ്ങളില് ദേവഗുരുവായ ബൃഹസ്പതിയുടെ പേരിലാണ് എന്തറിയപ്പെടുന്നത്? ദേവഗുരുവായ ബൃഹസ്പതിയുടെ പേരിൽ വ്യാഴം അറിയപ്പെടുന്നു. അപ്പൊ ഭാരതീയ സങ്കല്പങ്ങളിൽ ദേവഗുരുവായ ബൃഹസ്പതിയുടെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹമാണ് എന്തെന്ന് പറയുന്നത്? വ്യാഴം എന്ന് പറയുന്നത് കേട്ടോ. വ്യാഴത്തിന്റെ പരിക്രമണത്തിന് എത്ര വർഷം വേണമെന്നാ പറയണേ? 12 വർഷം ആവശ്യമാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്നു ഒരു വ്യാഴവട്ടം. നമ്മുടെ PSC പരീക്ഷകളിലെ മലയാളം ഭാഗത്തൊക്കെ ചോദിക്കാറുണ്ട്. ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത് എത്ര വർഷമാണ്? 12 വർഷക്കാലത്തെയാണ് നമ്മൾ ഒരു വ്യാഴവട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത്. ക്ലിയർ ആയോ മക്കളെ? അപ്പൊ ഭാരതീയ സങ്കല്പങ്ങളിൽ ദേവഗുരുവായ ബൃഹസ്പതിയുടെ പേരിലാണ് വ്യാഴം അറിയപ്പെടുന്നത്. വ്യാഴത്തിന്റെ പരിക്രമണ കാലം 12 വർഷമാണ്. ഈ 12 വർഷത്തെ നമ്മൾ ഒരു വ്യാഴവട്ടം എന്ന് വിളിക്കുന്നു. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. ഏറ്റവും വലിയ ഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ വ്യാഴം ഉത്തരം പറയണം. അടുത്തത് ഗുരുത്വാകർഷണ ബലം. എന്താണ് ഗുരുത്വാകർഷണ ബലം? ഏറ്റവും കൂടിയ ഗ്രഹം. ഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടിയ ഗ്രഹവും ഏത് തന്നെയാണ്? വ്യാഴം തന്നെയാണ്. അപ്പൊ ഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതലാണ്. വസ്തുക്കൾക്ക് ഭാരം കൂടുതലുള്ള ഗ്രഹമാണ്. വസ്തുക്കൾക്ക് എന്ത് കൂടുതലാണ്? വസ്തുക്കൾക്ക് ഭാരം കൂടുതലുള്ള ഗ്രഹമാണ്. വസ്തുക്കൾക്ക് ഭാരം കൂടുതലുള്ള ഗ്രഹമാണ്. അതുപോലെ തന്നെ വളരെ ശക്തമായ കാന്തിക മണ്ഡലമുള്ള ഗ്രഹമാണ്. വളരെ ശക്തമായ കാന്തിക മണ്ഡലമുള്ള ഗ്രഹമാണ്. ശക്തമായ കാന്തിക മണ്ഡലമുള്ള ഗ്രഹമാണ്. ഇനി അടുത്തത് പലായന പ്രവേഗം കൂടിയ ഗ്രഹമാണ്. പലായന പ്രവേഗം കൂടിയ ഗ്രഹമാണ്. ഈ ഗ്രഹത്തെ നമ്മൾ ജോവിയൻ ഗ്രഹം എന്നുകൂടി വിശേഷിപ്പിക്കാറുണ്ട്. എന്താണ് വേറൊരു പേര്? ജോവിയൻ ഗ്രഹം എന്നും വിശേഷിപ്പിക്കുന്നു. ഇനി അടുത്തത് നമ്മുടെ ശുക്രൻ കഴിഞ്ഞാൽ എന്താണ്? കൂടുതൽ പ്രകാശിക്കുന്നത് വ്യാഴമാണ്. ശുക്രൻ കഴിഞ്ഞാൽ കൂടുതൽ പ്രകാശിക്കുന്ന ഗ്രഹം ഏതാണ്? വ്യാഴമാണ്. ഏറ്റവും കൂടുതൽ പ്രകാശിക്കുന്നത് ശുക്രനാണെങ്കിൽ അതിനുശേഷം കൂടുതൽ പ്രകാശിക്കുന്നത് ഏതാണ്? വ്യാഴമാണ്. ഈ വ്യാഴത്തിലാണ് വലിയ ചുവന്ന പൊട്ട് കാണപ്പെടുന്നത്. അത് ഗ്രേറ്റ് റെഡ് സ്പോട്ട് അഥവാ വലിയ ചുവന്ന പൊട്ട് എവിടെ കാണപ്പെടുന്നു എന്ന് ചോദിച്ചാൽ എവിടെ കാണപ്പെടുന്നു എന്ന് പറയും? വ്യാഴത്തിൽ കാണപ്പെടുന്നു എന്ന് പറയും. അപ്പോൾ വലിയ ചുവന്ന പൊട്ട് കാണപ്പെടുന്നു. അതുപോലെ തന്നെ വ്യാഴങ്ങളുടെ ഉപഗ്രഹങ്ങളെയെല്ലാം വ്യാഴവും അതുപോലെ തന്നെ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെ എല്ലാം ചേർത്ത് നമ്മൾ വിളിക്കുന്നത് മിനി സോളാർ സിസ്റ്റം എന്നാണ് അത്രേ. അതായത് എന്താണ്? ചെറിയ സൗരയൂഥം അല്ലെ. ആ ചെറു സൗരയൂഥം അല്ലെങ്കിൽ മിനി സോളാർ സിസ്റ്റം, ചെറു സൗരയൂഥം അഥവാ മിനി സോളാർ സിസ്റ്റം എന്ന് വിളിക്കുന്നത് വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെ എല്ലാം ചേർത്താണ്. വ്യാഴത്തിന്റെ പ്രധാനപ്പെട്ട 4 ഉപഗ്രഹങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചേ നിങ്ങൾ. ഒന്ന് ഗാനിമീഡ്, അടുത്തത് അയോ, നെക്സ്റ്റ് വൺ കാലിസ്റ്റ. എന്താണ്? കാലിസ്റ്റ. അടുത്തത് യൂറോപ്പ. ഈ 4 ഉപഗ്രഹങ്ങൾ, ഈ 4 കേട്ടോ, 1070 കൂടുതൽ ഉപഗ്രഹങ്ങൾ എന്തിനുണ്ടെന്നാ പറയണേ? വ്യാഴത്തിനുണ്ട് എന്ന് പറയുന്നു. ഈ 4 ഉപഗ്രഹങ്ങളെ ചേർത്ത് നമ്മൾ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നു. ഗലീലിയൻ ഉപഗ്രഹങ്ങൾ. കാരണം ഇത് കണ്ടെത്തിയത് ആരാണ്? ഗലീലിയാണ്. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ ഗാനിമീഡ് ആണ് ഉപഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലുത്. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ ഗാനിമീഡ് ആണ് ഉപഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലുത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ ഇത്രയാണ്
പ്രധാനമായിട്ടും വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എന്തൊക്കെ കാര്യമാണ് വ്യാഴത്തെ കുറിച്ച് നമ്മൾ പഠിച്ചത്? വ്യാഴം എന്താണ്, നമ്മളിപ്പോ ഭാരതീയ സങ്കല്പങ്ങളെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഭാരതീയ സങ്കല്പങ്ങളിൽ നമ്മൾ പറയുമ്പോൾ എന്താണ്, ബൃഹസ്പതി, ദേവഗുരുവായ ബൃഹസ്പതിയുടെ പേരിലാണ് വ്യാഴം അറിയപ്പെടുന്നത്. വ്യാഴത്തിന് ജോവിയൻ ഗ്രഹം എന്ന വേറൊരു പേരുണ്ട്. വ്യാഴത്തിന്റെ പരിക്രമണത്തിന് 12 വർഷം ആവശ്യമാണ്. ഈ 12 വർഷത്തെ നമ്മൾ ഒരു വ്യാഴവട്ടം എന്നാണ് വിളിക്കുന്നത്. ഇനി ഏറ്റവും വലിയ സൗരയൂഥത്തിലെ വലിയ ഗ്രഹമാണ്. സൗരയൂഥത്തിലെ ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലമുള്ള ഗ്രഹമാണ്. വസ്തുക്കൾക്ക് ഏറ്റവും ഭാരം കൂടുതലുള്ള ഗ്രഹമാണ്. ശക്തമായ കാന്തിക മണ്ഡലങ്ങളുള്ള ഗ്രഹമാണ്. ശക്തമായ കാന്തിക മണ്ഡലങ്ങളുള്ള ഗ്രഹമാണ്. പലായന പ്രവേഗം വളരെയധികം കൂടുതലാണ്. പലായന പ്രവേഗം കൂടുതലുള്ള ഗ്രഹം എന്ന് പറഞ്ഞാലും നമ്മൾ വ്യാഴത്തിന്റെ പേര് പറയും. ശുക്രൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രകാശിക്കുന്നത് വ്യാഴമാണ്. വലിയ ചുവന്ന പൊട്ട്, ഗ്രേറ്റ് റെഡ് സ്പോട്ട് കാണപ്പെടുന്ന വ്യാഴത്തിലാണ്. വ്യാഴത്തിന് ധാരാളം ഉപഗ്രഹങ്ങളുണ്ട്. വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെയൊക്കെ ചേർത്ത് നമ്മൾ മിനി സോളാർ സിസ്റ്റം അഥവാ ചെറു സൗരയൂഥം എന്ന് വിളിക്കുന്നുണ്ട്. വ്യാഴത്തിന്റെ പ്രധാനപ്പെട്ട ഉപഗ്രഹങ്ങളായ ഗാനിമീഡ്, അയോ, കാലിസ്റ്റ, യൂറോപ്പ, ഗാനിമീഡ്, അയോ, കാലിസ്റ്റ, യൂറോപ്പ എന്നീ 4 ഉപഗ്രഹങ്ങളെയും ചേർത്ത് നമ്മൾ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നു. കാരണം ഇത് കണ്ടെത്തിയത് ഗലീലിയാണ്. ഉപഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് വ്യാഴത്തിന്റെ ഉപഗ്രഹമായ ഗാനിമീഡ് ആണ് എന്നും കൂടി ഓർത്തുവെക്കാം. ഇനി അടുത്തത് നമ്മൾ പഠിക്കാനുള്ളത് ശനി എന്ന് പറയുന്ന ഗ്രഹത്തെ കുറിച്ചാണ്. ശനി. ഇനി ശനിയുടെ പ്രത്യേകത, ശനി റോമൻ കൃഷിദേവന്റെ പേരിൽ അറിയപ്പെടുന്നു. റോമൻ കൃഷിദേവന്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹമാണ് ശനി. റോമൻ കൃഷിദേവന്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹമാണ് ശനി. രണ്ടാമത്തെ വലിയ ഗ്രഹമാണ് ശനി. അതായത് സൗരയൂഥത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രഹം എന്നറിയപ്പെടുന്നത് ശനിയാണ്. ഇനി അടുത്തത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന അകലെയുള്ള ഗ്രഹം, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്ന അകലെയുള്ള ഗ്രഹമാണ് ശനി. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്ന അകലെയുള്ള ഗ്രഹം എന്ന് വിശേഷിപ്പിക്കുന്നതും ശനിയാണ് കേട്ടോ. ഇനി ഇതിനെ വേറൊരു പേരിട്ട് വിളിക്കുന്നു, ഗോൾഡൻ ജെയിന്റ്. അപ്പൊ ഗോൾഡൻ ജെയിന്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ശനിയാണ്. ഗോൾഡൻ ജെയിന്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ശനിയാണ്. ഇനി അടുത്തത് സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഗ്രഹമാണ് ശനി. ശനിയുടെ സാന്ദ്രത വളരെ കുറവാണ്. അപ്പൊ സാന്ദ്രത വളരെയധികം കുറഞ്ഞ ഗ്രഹമാണ്. ഇനി ആകർഷകമായിട്ടുള്ള വലയങ്ങൾ ധാരാളം കാണപ്പെടുന്നുണ്ട്. അപ്പൊ ആകർഷകമായിട്ടുള്ള വലയങ്ങൾ കാണപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് വലയഗ്രഹം എന്ന് വിളിക്കുന്നത് ശനിയെയാണ്. വലയഗ്രഹം എന്ന് വിളിക്കുന്നത് ശനിയെയാണ്. ആകർഷകമായ വലയങ്ങൾ കാണപ്പെടുന്നത് കൊണ്ട് വലയഗ്രഹം എന്ന് വിളിക്കുന്നത് ശനിയെയാണ്. ഇനി ശനിയുടെ ഉപഗ്രഹങ്ങൾക്ക് ഗ്രീക്ക് പുരാണങ്ങളിലെ പുരാണ കഥാപാത്രങ്ങളുടെ പേരാണ് നൽകിയിരിക്കുന്നത്. ഗ്രീക്ക് പുരാണങ്ങളിലെ കഥാപാത്രങ്ങളുടെ പേരാണ് എന്തിന് നൽകിയിരിക്കുന്നത്? ശനിയുടെ ഉപഗ്രഹത്തിന് നൽകിയിരിക്കുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട ഉപഗ്രഹങ്ങളാണ്, ഒന്ന് ടൈറ്റൻ, അടുത്തത് മീമാസ്, അടുത്തത് പ്രോമിത്യൂസ്. എന്താണ് പ്രോമിത്യൂസ്? അതുപോലെ തന്നെ അറ്റ്ലസ്, നെക്സ്റ്റ് വൺ അറ്റ്ലസ്, അതുപോലെ ഹെലൻ ഒക്കെ തന്നെ അറ്റ്ലസ് കേട്ടോ. അറ്റ്ലസ് അതുപോലെ തന്നെ ഹെലൻ എന്നിവയൊക്കെ തന്നെ എന്തിന്റെ ഉപഗ്രഹങ്ങളാണ്? ശനിയുടെ ഉപഗ്രഹങ്ങളാണ്. അതിൽ തന്നെ നമ്മുടെ എന്താ പറയുന്നത്, ടൈറ്റൻ എന്ന് പറയുന്ന ഉപഗ്രഹത്തെ വേറൊരു പേരിട്ട് വിളിക്കുന്നു, ഭൂമിയുടെ അപരൻ. അപ്പൊ ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ശനിയുടെ ഉപഗ്രഹമാണ് ഭൂമിയുടെ അപരൻ, അല്ലെങ്കിൽ ഭൂമിയുടെ ഭൂതകാലം എന്നൊക്കെ വിളിക്കുന്ന ശനിയുടെ ഉപഗ്രഹമാണ് ടൈറ്റൻ. അപ്പൊ ശനിയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ശനി റോമൻ കൃഷിദേവന്റെ പേരിൽ അറിയപ്പെടുന്നു. ഉപഗ്രഹങ്ങളിൽ വലിപ്പത്തിൽ ഗ്രഹങ്ങളിൽ വലിപ്പത്തിൽ 2ാം സ്ഥാനത്താണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ്. ഗോൾഡൻ ജെയിന്റ് എന്ന് വിളിക്കുന്ന ഗ്രഹമാണ്. സാന്ദ്രത കുറഞ്ഞ ഗ്രഹമാണ്. വലയങ്ങൾ കാണുന്ന ഗ്രഹമായതുകൊണ്ട് വലയഗ്രഹം എന്നും വിളിക്കുന്നു. ഉപഗ്രഹങ്ങൾക്ക് ഗ്രീക്ക് പുരാണ കഥാപാത്രങ്ങളുടെ പേരാണ്. ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ് ടൈറ്റൻ, മീമാസ്, പ്രോമിത്യൂസ്, അറ്റ്ലസ്, ഹെലൻ തുടങ്ങിയവ.
ടൈറ്റനെ ഭൂമിയുടെ അപരൻ, ഭൂമിയുടെ ഭൂതകാലം എന്നീ പേരിട്ടുകൂടി നമ്മൾ വിളിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ശനി എന്ന് പറയുന്ന ഗ്രഹം. അടുത്തത് നമ്മൾ പഠിക്കുന്നത് യുറാനസ് എന്ന് പറയുന്ന ഗ്രഹത്തെ കുറിച്ചാണ്. യുറാനസിന്റെ മറ്റൊരു പേരാണ് മലയാളത്തിൽ അരുണൻ എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. മുമ്പ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ യുറാനസ് അല്ലെങ്കിൽ അരുണൻ എന്ന് പഠിക്കേണ്ടായി. ഇത് ആകാശദേവന്റെ പേരിൽ അറിയപ്പെടുന്നു. യുറാനസ് ആകാശദേവന്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹമാണ്. ആകാശദേവന്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹമാണ്. ഇനി ഇത് ടെലസ്കോപ്പിന്റെ സഹായത്താൽ കണ്ടെത്തിയ ഗ്രഹമാണ്. ടെലസ്കോപ്പിന്റെ സഹായത്താൽ കണ്ടെത്തിയ ഗ്രഹമാണ്. ടെലസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യം കണ്ടെത്തിയ ഗ്രഹമാണ് ഏതാ? യുറാനസ്. ഇത് കണ്ടെത്തിയത് ആരാണ്? വില്യം ഹെർഷൽ ആണ്. അപ്പൊ ടെലസ്കോപ്പിന്റെ സഹായത്താൽ കണ്ടെത്തിയ ആദ്യ ഗ്രഹമാണ് യുറാനസ്. ഇത് കണ്ടെത്തിയത് ആരാണ്? വില്യം ഹെർഷൽ ആണ്. ആരാ കണ്ടെത്തിയത്? വില്യം ഹെർഷൽ ആണ്. ഇനി ഈ ഗ്രഹത്തിന് ഉരുളുന്ന ഗ്രഹം എന്താണ്? ഉരുളുന്ന ഗ്രഹം, അതുപോലെ തന്നെ കിടക്കുന്ന ഗ്രഹം എന്നീ പേരുകളുണ്ട്. ഉരുളുന്ന ഗ്രഹം, കിടക്കുന്ന ഗ്രഹം എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? യുറാനസ് ആണ്. എന്താണ്? ധ്രുവപ്രദേശങ്ങൾ സൂര്യനോട് അഭിമുഖമായ ഏക ഗ്രഹമാണ്. കാരണം അതിന് അച്ചുതണ്ടിന് 92 ഡിഗ്രി ചെരിവാണ്. അതുകൊണ്ടാണ് അത് ഉരുളുന്ന ഗ്രഹം, കിടക്കുന്ന ഗ്രഹം എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇനി യുറാനസിന്റെ ഉപഗ്രഹങ്ങളുടെ പ്രത്യേകത, ഇതിന് അതായത് ഷേക്സ്പിയറിന്റെ കഥാപാത്രങ്ങളുടെ പേരോ അല്ലെങ്കിൽ ഷേക്സ്പിയറിന്റെ മാത്രമല്ല ഷേക്സ്പിയറിന്റെയോ അലക്സാണ്ടർ പോപ്പിന്റെയോ ഒക്കെ കൃതികളുടെ പേരിലാണ് എന്തറിയപ്പെടുന്നത് എന്നാ പറയണേ? ഉപഗ്രഹങ്ങൾ അറിയപ്പെടുന്നത്. ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ് ഒന്ന് ഏരിയൻ. എന്താണ്? ഏരിയൻ. അടുത്തത് മിറൻഡ. എന്താണ്? ഏരിയൻ, മിറൻഡ. അതുപോലെ തന്നെ ജൂലിയറ്റ്. ഏരിയൻ, മിറൻഡ, ജൂലിയറ്റ്, ഡെസ്റ്റിമോണ. എന്താണ്? ഡെസ്റ്റിമോണ. ഇതൊക്കെ തന്നെ എന്താണ്? യുറാനസിന്റെ ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് എന്ന് പഠിച്ചോളൂ. അപ്പൊ യുറാനസ് അഥവാ അരുണൻ ആകാശദേവന്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹമാണ്. ടെലിസ്കോപ്പിന്റെ സഹായത്താൽ കണ്ടെത്തിയ ഗ്രഹമാണ്. ടെലിസ്കോപ്പിന്റെ സഹായത്താൽ കണ്ടെത്തിയത് വില്യം ഹെർഷൽ ആണ്. ഉരുളുന്ന ഗ്രഹം, കിടക്കുന്ന ഗ്രഹം എന്നൊക്കെ അറിയപ്പെടുന്നു യുറാനസിനെ. ഉപഗ്രഹങ്ങൾക്ക് ഷേക്സ്പിയറിന്റെയോ അലക്സാണ്ടർ പോപ്പിന്റെയോ കഥാപാത്രങ്ങളുടെ പേര് നൽകിയിരിക്കുന്നു. ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ് ഏരിയൻ, മിറൻഡ, ജൂലിയറ്റ്, ഡെസ്റ്റിമോണ തുടങ്ങിയവ. ഇനി അടുത്തത് നെപ്റ്റ്യൂണിനെ കുറിച്ച് പഠിക്കാം. നെപ്റ്റ്യൂൺ എന്ന് പറയുന്ന ഗ്രഹം, നെപ്റ്റ്യൂണിനെ നമ്മൾ എന്ത് പേരിട്ട് വേറെ വിളിച്ചു? നെപ്റ്റ്യൂൺ അഥവാ വരുണൻ. അപ്പൊ നെപ്റ്റ്യൂൺ അഥവാ വരുണൻ എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ പ്രത്യേകത, ഗ്രീക്ക് സമുദ്രദേവനാണ് നെപ്റ്റ്യൂൺ. ഗ്രീക്ക് സമുദ്രദേവന്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ എന്ന് പറയുന്നത്. ഈ നെപ്റ്റ്യൂണിന്റെ അന്തരീക്ഷത്തിന് നീല നിറമാണ്. നെപ്റ്റ്യൂണിന്റെ അന്തരീക്ഷം എങ്ങനെ കാണപ്പെടുന്നു മക്കളെ? നീല നിറത്തിൽ കാണപ്പെടുന്നു. ക്ലിയർ ആയില്ലേ? അതുപോലെ തന്നെ സാവധാനം, വളരെ സാവധാനം സൂര്യനെ പരിക്രമണം ചെയ്യുന്നു. വളരെ സാവധാനം സൂര്യനെ പരിക്രമണം ചെയ്യുന്നു. ഇനി ഏറ്റവും വേഗത്തിൽ കാറ്റ് വീശുന്നു. വളരെ വേഗത്തിൽ കാറ്റ് വീശുന്നു. അപ്പൊ എന്താ പറഞ്ഞേ? സാവധാനം സൂര്യനെ പരിക്രമണം ചെയ്യുന്നു, വേഗത്തിൽ കാറ്റ് വീശുന്നു, കൂടാതെ വലിയ കറുത്ത പൊട്ടുകൾ കാണപ്പെടുന്നു. നേരത്തെ റെഡ് സ്പോട്ട് പറഞ്ഞു അല്ലെ? ഇവിടെ വലിയ കറുത്ത പൊട്ടുകൾ കാണപ്പെടുന്നു. ക്ലിയർ ആയില്ലേ? വലിയ കറുത്ത പൊട്ടുകൾ കാണപ്പെടുന്നു. ഇനി നെപ്റ്റ്യൂണിന് 3 വലയങ്ങളാണുള്ളത്. നെപ്റ്റ്യൂണിന് എത്ര വലയങ്ങൾ? 3 വലയങ്ങൾ. ഈ 3 വലയങ്ങൾക്ക് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആപ്തവാക്യമായ എന്തെന്ന് പേര് നൽകിയിരിക്കുന്നു? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ പേരുകൾ നൽകിയിരിക്കുന്നു. ക്ലിയർ ആയോ മക്കളെ? ഇത്രയാണ് നമുക്ക് വരുണൻ അഥവാ
നെപ്റ്റ്യൂണിനെ കുറിച്ച് പഠിക്കാനുള്ളത്. നെപ്റ്റ്യൂൺ അഥവാ വരുണൻ ഗ്രീക്ക് സമുദ്രദേവന്റെ പേരിൽ അറിയപ്പെടുന്നു. അന്തരീക്ഷത്തിന് നീല നിറമാണ്. സൂര്യനെ വളരെ സാവധാനമാണ് പരിക്രമണം ചെയ്യുന്നത്. വേഗത്തിൽ കാറ്റ് വീശുന്നുണ്ട്. ഇവിടെ വലിയ കറുത്ത പൊട്ടുകൾ കാണപ്പെടുന്നു. നെപ്റ്റ്യൂണിന് 3 വലയങ്ങളാണ് കാണപ്പെടുന്നത്. ഈ 3 വലയങ്ങൾക്ക് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആപ്തവാക്യമായ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ പേരുകൾ നൽകിയിരിക്കുന്നു. നെപ്റ്റ്യൂൺ അഥവാ വരുണന് ഗ്രീക്ക് സമുദ്രദേവന്റെ പേരാണ്. നെപ്റ്റ്യൂണിന്റെ അന്തരീക്ഷത്തിന് നീല നിറമാണ്. നെപ്റ്റ്യൂൺ വളരെ സാവധാനമാണ് സൂര്യനെ പരിക്രമണം ചെയ്യുന്നത്. നെപ്റ്റ്യൂണിൽ വേഗത്തിൽ കാറ്റ് വീശുന്നുണ്ട്. നെപ്റ്റ്യൂണിലാണ് വലിയ കറുത്ത പൊട്ട് കാണപ്പെടുന്നത്. നെപ്റ്റ്യൂണിന് 3 വലയങ്ങളുണ്ട്. ആ 3 വലയങ്ങളെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആപ്തവാക്യമായ എന്താണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ പേരുകൾ 3 വലയങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് എന്താണ് ഗ്രഹപദവിയിൽ നിന്ന് പുറത്താക്കിയ പ്ലൂട്ടോ, അതുപോലെ തന്നെ കുള്ളൻ ഗ്രഹങ്ങളെ കുറിച്ച്, പലായന പ്രവേഗം, ചന്ദ്രനെ കുറിച്ച്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അത് കഴിയുമ്പോഴാണ് നമ്മുടെ എന്ത് കഴിയുള്ളൂ, നമ്മുടെ ഈ എന്താ പറയാ സൗരയൂഥവും അതുപോലെ തന്നെ സവിശേഷതകളും എന്ന് പറയുന്ന ടോപ്പിക്ക് കഴിയുള്ളൂ. അപ്പൊ ഇത്രയും ഇന്നത്തെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു വെച്ചൊന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.